ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കുവാണ്. ഓണത്തിന് നമ്മളുണ്ടാക്കിയ 19 ഡിഷസിൻ്റെ പ്രിപ്പറേഷൻസ് തലേ ദിവസം വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഒരു വീഡിയോ. ആദ്യം തന്നെ ഞാൻ ഇഞ്ചിയൊക്കെ തയ്യാറാക്കുവാണ്. ഇഞ്ചിയുടെ ലാസ്റ്റ് പ്രിപ്പറേഷൻസ് ആണ്. ഞാൻ കുക്കിംഗ് അല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ചെയ്തത് എല്ലാം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകണമെന്നുള്ളൂ. അത് കഴിഞ്ഞ് നാരങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ട് നാരങ്ങ അച്ചാറിട്ട് വെച്ചു. ഇത് തലേ ദിവസത്തെ ഉപ്പൊക്കെ ഇട്ട് അങ്ങനത്തെ സെറ്റൊക്കെ ആക്കി വെക്കുന്നതെല്ലാം ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു മിക്സിംഗ് ഇല്ലേ അച്ചാറിൻ്റെ, അതാണ് ഈ സംഭവം. ഇഞ്ചിയും തയ്യാറാക്കി രണ്ടിൻ്റെയും ചൂട് പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഗ്ലാസ് ബോട്ടിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിട്ട് എടുത്ത് വെക്കണം. നെക്സ്റ്റ് നമുക്ക് ആദ്യം തന്നെ സാമ്പാർ തുടങ്ങാം. ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഇല്ല, സാമ്പാറിന് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസാണ് ഇതിൽ. ഈ ഫുള്ളായിട്ട് മത്തങ്ങ, ഈ വെള്ളരി അതൊന്നും ഫുള്ളായിട്ടല്ല ഇടുന്നത്, അതെല്ലാം അവിയലിനും എല്ലാത്തിനും ഇടണം. അപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തായിട്ട് അവിയലാണ്. സാമ്പാറിനെടുത്ത് സെയിം വെജിറ്റബിൾസ് ആണ് അവിയലിനും എടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുവാണ്. സാമ്പാറിന് ക്യൂബ് അരിഞ്ഞാണെങ്കിൽ അവിയൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത വന്നിട്ട് തോരനാണ്. ട്രിവാൻഡ്രം കൊല്ലം സൈഡിൽ തോരൻ എന്നാണ് പറയുന്നത്, ചില സൈഡിൽ ഉപ്പേരി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്താ പറയണത് എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സദ്യക്ക് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ക്യാബേജ് തോരനാണ്. ക്യാബേജ് വൈറ്റായിട്ടും വെക്കാം, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എല്ലാം ആയിട്ട് വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി ക്യാരറ്റ് പീസുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി കുക്കിങ്ങിനായിരുന്നാലും ചോപ്പറിൽ തോരനാക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇടുന്നതിന് മുമ്പ് ചെറിയ പീസാക്കി വേണം നമ്മൾ ചോപ്പറിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ബ്ലേഡിൻ്റെ ഇടയിൽ കുരുങ്ങിയിരിക്കുന്ന കാരണം ഒട്ടും മൂവ്മെൻറ്റ് നടക്കത്തില്ല. ഒരു ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് പെട്ടെന്ന്, അതായത് ക്യാരറ്റ്, ക്യാബേജ് കുഴപ്പമില്ല, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിടുന്നത് നല്ലതാണ്. ചെറിയ റിവ്യൂ കൂടെ തന്നെയാണ് ഈ പ്രൊഡക്റ്റിന് തരുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് വന്നിട്ട് ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ അത് ഈ രീതിക്ക് മാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ബീട്രൂട്ട് വേവുന്നതിന് ഒരുപാട് ടൈം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കട്ടാവും. ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ തോരനിൽ ഞാൻ ചെറിയ ഇഞ്ചി പീസോടെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്പം പറഞ്ഞില്ല, അതാണ് ഇപ്പോൾ ഓർത്തത്. നെക്സ്റ്റ് നമുക്ക് പച്ചടിയാക്കാം. പച്ചടി വെള്ളരി വെച്ചിട്ടാണ്. ഈ ഒരു ടൈപ്പ് വെള്ളരിയാണ് ഈ നൈനിറ്റാളിൽ എനിക്ക് കിട്ടിയത്. നോർമലി വേറൊരു വലിയ സൈസ് വെള്ളരിയില്ലേ, അതെടുത്തിട്ടാണ് എല്ലാവരും ചെയ്യുക. ബട്ട് എനിക്കിവിടെ കുറേ വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. സാമ്പാറിനായിരുന്നാലും അവയിലായിരുന്നാലും അമരപ്പയർ, അമരയ്ക്ക, മുരിങ്ങ അങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ഒന്നും സത്യം പറഞ്ഞാൽ ഇവിടെ വെജിറ്റബിൾസ് നാട്ടിൻ്റെ അത്ര പോലും നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അടുത്ത ഓലനാണ്. ഒരു ബ്രൗൺ കളർ പയറില്ല, ഒരു വലിയ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും വെള്ളരി ഇട്ടിട്ടാണ് ഓലൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള വെള്ളരി അരിഞ്ഞെടുത്ത് വെക്കുവാണ്. ഓലൻ നമ്മൾ കുക്ക് ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് ചെയ്തത്. പിന്നെ ഇതാണ് കേട്ടോ പയർ തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇടുന്നത്. ബിക്കോസ് ഇവിടെ തണുപ്പിൻ്റെ പ്രശ്നം കാരണം കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് തിളച്ച ചൂടുവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് വന്നിട്ട് മോരിനാണ്. മോരിന് കുറച്ച് വെള്ളരി ഉപയോഗിക്കുന്നത്.
വയ്ക്കുകയാണ്. സാധാരണ കേസിൽ ഞാൻ വെള്ളരി ഇടാറില്ല മോരിന്. സദ്യ സ്പെഷ്യൽ മോരായതുകൊണ്ട് കുറച്ച് വെള്ളരി ഇട്ടിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിൻ്റെ തലയും വാലും എല്ലാം ഒന്ന് കണ്ടിച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കുവാണ്. അടുത്ത് വന്നിട്ട് കാളനാണ്. വാഴയ്ക്കായും ചേനയും ഉപയോഗിച്ചിട്ടാണ് കുറുക്ക് കാളൻ തയ്യാറാക്കുന്നത്. എനിക്ക് ചേന കിട്ടാത്തതുകൊണ്ട് ഇത് ചേമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ചേമ്പും ഈ വാഴയ്ക്കായ ഉപയോഗിച്ചിട്ടാണ് ഈ കുറുക്ക് കാളനാക്കുന്നത്. അപ്പോൾ ഈ ചേമ്പ് ഉപയോഗിച്ചിട്ട് കഴിയുമ്പോൾ കൈയൊക്കെ നന്നായിട്ടൊരു ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും. കൈ ഒന്ന് വാഷ് ചെയ്താൽ മതി. ഇതിന് ശേഷം എനിക്ക് ചൊറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈ ഇങ്ങനെ കാണിച്ചത്. അടുത്ത് വന്നിട്ട് മെഴുക്ക് പുരട്ടിയുടെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഹാഫ് പീസ് സവാള എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിനകത്തിടും. അപ്പോൾ അതും അങ്ങ് മാറ്റി വയ്ക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെണ്ടയ്ക്കയും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ബിക്കോസ് നമ്മൾ കുറച്ച് നേരം സ്ട്രെയിൻ ചെയ്യാൻ വെച്ചതുകൊണ്ട് അത് കുറച്ച് ഡ്രൈ ആയി. അല്ലെങ്കിൽ വെണ്ടയ്ക്കയിൽ തന്നെ ഒരു കൊഴുപ്പുണ്ട്, പിന്നെ അതിൻ്റെ വെള്ളം, അതുകൊണ്ടാണ് കുറച്ച് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചത്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കട്ട് ചെയ്തിട്ട് കുറുക്ക് കാളൻ്റെ ആ ബോക്സിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. അടുത്ത് വന്നിട്ട് 2 പൊട്ടറ്റോ എടുത്തിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കൂട്ടുകറി വെക്കുവാണ്. ഡ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ. കൂട്ടുകറി ഒരുപാട് നമുക്ക് ആവശ്യമില്ല, കുറച്ച് മതി. അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളത്തെ പായസത്തിന് വേണ്ടി ശർക്കര ഒന്ന് ഉരുക്കി വെക്കാം. ഇത് നമുക്ക് തലേദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. കംപ്ലീറ്റ് പണികൾ ചെയ്ത് തീർക്കുന്നത് വെച്ചാൽ തേങ്ങ വരെ തിരുമാന്ന് വിചാരിച്ചു. 2 തേങ്ങയാണ് കേട്ടോ ഇത്രയും കുക്കിങ്ങിന് ഞാൻ എടുത്തത്. വളരെ കുറച്ച് തേങ്ങ എടുക്കത്തുള്ളൂ, കാരണം നമ്മൾ നാട്ടിലല്ലല്ലോ നിൽക്കുന്നത്, പുറത്ത് നിൽക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ളത് വേണ്ടിയിട്ട്. പക്ഷേ തേങ്ങ കുറവാണെന്ന് വെച്ചാൽ കറിക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. പുറത്ത് താമസിക്കുന്നവർക്ക് ഞാൻ പറയുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ എടുത്തില്ല. അതുപോലെ നമ്മൾ തിരുമ്മി വെച്ച തേങ്ങയിൽ സെപ്പറേറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള തേങ്ങ കുറച്ച് അടിയിൽ, നല്ല പ്യുവർ ആയിട്ടുള്ളത് കുറച്ച് മുകളിൽ, അങ്ങനെ അതും 3 രീതിക്ക് പ്രൗഡ് കപ്പിൻ്റെ അതിനകത്താണ് കേട്ടോ ഞാൻ തേങ്ങ തിരുമ്മി വെച്ചത്. ഇപ്പോൾ ഒരുവിധം എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അടുത്തത് ഫ്രിഡ്ജ് ചെയ്ത ചമ്മന്തിപ്പൊടി ജസ്റ്റ് ബോട്ടിലോട്ട് എടുത്ത് മാറ്റുവാണ്. എൻ്റെ അമ്മ തന്നു വിട്ട ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നാളെ രാവിലെ ഇതൊന്നും ചെയ്യാൻ ഒട്ടും ടൈം കിട്ടില്ല. കുക്കിങ്ങിലോട്ട് നേരെ കിടക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പണികൾ വരെ രാത്രി തന്നെ ചെയ്തു വെച്ചു. അപ്പോൾ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി 1 മണിയായി. ഓണത്തിൻ്റെ തലേദിവസം അന്ന് കിടന്നപ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ട് അന്ന് രാത്രി ഞാൻ പറയുന്നതല്ല, ഈ ഒരു വീഡിയോയ്ക്ക് അന്നെടുത്ത ആ ഒരു വീഡിയോയ്ക്ക് ഒരു എൻഡ് പോർഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ സാമ്പാർ അവിയലൊക്കെയാണ് എനിക്ക് വലിയ കട്ടിങ്ങിൽ വലുതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം സിമ്പിൾ കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു സദ്യ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. തലേദിവസമേ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് തേങ്ങ ഉൾപ്പെടെ എല്ലാം ആക്കി വെക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പായസത്തിൻ്റെ ആ ഒരു ശർക്കരയുടെ സംഭവം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ചെയ്തുകൊണ്ട് വളരെയധികം ഉപയോഗം ഉണ്ടായി കേട്ടോ. കാരണം അതും തണുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയും കുറേ ടൈം ലാഭിക്കാനായിട്ട് പറ്റി. അപ്പോൾ 1 മണിക്ക് അന്ന് തീർത്തിട്ട് ഞാൻ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ക്ഷീണത്താൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് പിറ്റേ ദിവസം തിരുവോണത്തിൽ നിന്ന് 2 മണിക്കാണ് ഓൾമോസ്റ്റ് കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. വിത്ത് ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ടായിരുന്നു. ഗസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം റിലാക്സ് ചെയ്യാമായിരുന്നു. ഒരു ടെൻഷൻ നമുക്ക് അപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ മേ ബി ഒരു 12 മണിക്കൊക്കെ തീരുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ സാമ്പാർ, മോര്, രസം, ഇത്രയും കാര്യങ്ങൾ നൈറ്റിനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പിറ്റേ ദിവസം സദ്യക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് ടൈമിൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യമാണ്. ബാക്കിയൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ എനിക്ക് 3 ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ സംഭവമേ ഉള്ളൂ. ലിമിറ്റഡ് കുക്കറാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് കുക്കർ അല്ലെങ്കിൽ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കുറച്ചുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടൈം നമ്മളൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കറികൾ തലേദിവസം ആക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് തന്നെ സാരി കാര്യങ്ങൾ പ്ലേറ്റ് എടുത്ത് വെക്കില്ല. അത് എനിക്കൊക്കെ സംബന്ധിച്ച് സാരിയൊക്കെ പ്ലേറ്റ് എടുത്ത് തലേദിവസം വെച്ചാൽ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് കുക്കിങ്ങും കട്ടിങ്ങും വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ ഒട്ടും സമയമില്ല. അതുകൊണ്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ സാരി ഉടുപ്പിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തൊട്ട് തലേ ദിവസം സാരി പ്ലീറ്റ് എടുക്കുമ്പോൾ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് പോലും ഒക്കെ ആണെങ്കിൽ അതുവരെ അന്നത്തെ നൈറ്റിലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊന്നും പറ്റിയതേയില്ല. അപ്പോൾ അതിൻ്റെ ഡേ ബിഫോർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തലേദിവസം കട്ടിങ് കാര്യങ്ങളൊക്കെ പോട്ടെ, അതിൻ്റെ തലേദിവസം നമ്മുടേതായിട്ടുള്ള സെൽഫ് മേക്കപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് തലേന്ന് ചെയ്യാൻ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. നെക്സ്റ്റ് ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഓണമായിരുന്നു. ഇപ്പോൾ മെമ്മറി ആയിരുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ എനിക്ക് പിറ്റേ ദിവസം നല്ല റെസ്റ്റായിരുന്നു. ബാലൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം കുക്കിങ്ങേ ചെയ്യേണ്ടി വന്നില്ല. പിന്നെ പറയേണ്ടത്, നമ്മൾ ഈ ഉത്തരാഖണ്ഡിൽ നൈനിറ്റാളിൽ ഈ ഓണത്തിൻ്റെ വെജിറ്റബിൾസ് മാർക്കറ്റിലൊക്കെ പോയി മേടിക്കുന്ന ഒരു വ്ളോഗ് എൻ്റെ കയ്യിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അത് ചെയ്യണമെന്ന്. ബട്ട് എന്നെ ഇവിടുത്തെ മഴ ചതിച്ചായിരുന്നു. നാട്ടിൽ ഓണ ടൈം അടുക്കാറായപ്പം ഭയങ്കര മഴയായിരുന്നു. ആ സമയത്ത് ഉത്തരാഖണ്ഡിൽ നല്ല വെയിൽ.
ഓണം അടുത്ത ദിവസമായപ്പോൾ, ഓണത്തിൻ്റെ തലേ ദിവസമായപ്പോൾ ഇവിടെ ഭയങ്കര മഴ, നാട്ടിൽ നല്ല വെയിൽ. അപ്പോൾ ഞാൻ പറയിച്ചത് കേരളത്തിലാണല്ലോ ഓണം ഉള്ളത്, അപ്പോൾ അവിടെയാണല്ലോ ക്ലൈമറ്റ് കൂടുതൽ നല്ലതായിട്ട് വരേണ്ടത്. ഇവിടുത്തെ ആർക്കും ഓണം ഒരു ഈ സെലിബ്രേഷൻ ഇല്ല, അപ്പം മഴയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യം കാരണം ഓണത്തിൻ്റെ ജസ്റ്റ് തലേ ദിവസം മാത്രം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വെജിറ്റബിൾസ് വാങ്ങിക്കാനായിട്ട് ഇരുന്ന ദിവസം ഭയങ്കര മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ വിത്ത് തണുപ്പും. ഒലിവറിനെയും കൊണ്ട് ഒട്ടും പോകാനും പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിവീൽ ചെയ്ത് തരാമായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ അത്ര വെജിറ്റബിൾസ് ഒന്നുമല്ല, ലിമിറ്റഡ് വെജിറ്റബിൾസിലാണ് ഞാൻ എൻ്റെ സദ്യ ആക്കിയത്. നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു, കാര്യങ്ങൾ എന്തൊക്കെ മേടിക്കണം, സദ്യയുടെ കാര്യത്തിൽ എന്തൊക്കെ ആക്കണം, പിന്നെ ശർക്കര വരട്ടി, ചിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നാട്ടിൽ നിന്ന് അത് കൊണ്ടുവരാനും പറ്റിയില്ല. പിന്നെ ഓണം കഴിഞ്ഞിട്ട് പപ്പയും അമ്മയ്ക്ക് കുറച്ച് സംഭവം നമുക്ക് പാഴ്സൽ അയച്ച് കിട്ടിയോണ്ട് ശർക്കരയും ചിപ്സൊക്കെ നമുക്ക് കിട്ടി. അതിനുപരമൊക്കെ നമ്മൾ പകരത്തിന് എന്ത് വെച്ചു, അങ്ങനെയൊക്കെ കുറച്ച് പർച്ചേസ് വ്ളോഗ് കുറച്ച് നല്ല ഇതായിരുന്നു. ബട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും ഇവിടുത്തെ വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കാം. എന്നാലും നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റും. പക്ഷേ ഒന്നും കിട്ടാത്തടത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കാണിക്കുന്നൊരു നല്ലൊരിതാണല്ലോ. അങ്ങനെ എൻ്റെ ഒരു ഓണസദ്യയുടെ എക്സ്പീരിയൻസും കുക്കിങ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഓണത്തിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിലത്തെ ഇതാണ്. അപ്പോൾ തലേദിവസത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ ഔട്ട്പുട്ടാണ് ആ വീഡിയോ. കാണാത്തവരെന്തായാലും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഒലിവർ ഉറങ്ങുമായിരുന്നു, അവ ഇപ്പോൾ എണീറ്റു, ജസ്റ്റ് വീണ്ടും കിടക്കുന്ന. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം മംഗലാജീന മൈ സ്റ്റൈൽ.